അഭിലാഷ്, ആ മുൻ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള ആനുകൂല്യം പേറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മളൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാസ്റ്റായിട്ടാണ് ഇവിടെ എനിക്ക് രേഖപ്പെടുത്താനുള്ളത്. ഇത് മുൻപ് കേട്ടുകേൾവിയില്ലാത്ത വിധം, ഒരുപക്ഷെ ഈ നേതാക്കൾക്ക് പോലും പരിചയമില്ലാത്ത വിധമുള്ള രതിവൈകൃതങ്ങളുടെ ഒരു വലിയ അക്ഷയഖനിയായിട്ട് ഇത് ഓരോന്നോരോന്നായി ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. അദ്ദേഹം ഈ പടികളൊക്കെ പെട്ടെന്ന് നടന്നു കയറിയത് അദ്ദേഹത്തിന്റെ അസാമാന്യമായ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആ പെർഫോമൻസ് എന്ത് എന്ന് കേരള പൊതുസമൂഹം ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന ഒരു പക്ഷേ രാഷ്ട്രീയ അബദ്ധം എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ രാജിവെച്ച് ഒഴിഞ്ഞു. ഏതു തന്നെ ആയാലും അദ്ദേഹം ഒരു പദവിയിൽ ഇന്നില്ല. അതിന് ഒരു എഴുതപ്പെട്ട പരാതിയുമില്ല. ആരും ഇതുവരെയും ഔദ്യോഗികമായിട്ട് പാർട്ടിക്ക് പോലും പരാതി നൽകിയിട്ടില്ല എന്ന് ആവർത്തിച്ച് KPCCയുടെ പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, AICCയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊക്കെ പറയുമ്പോഴും ആൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനല്ല. നാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് മുൻപ് കേട്ടുകേൾവിയില്ലാത്ത വിധം, ഒരുപക്ഷെ ഈ നേതാക്കൾക്ക് പോലും പരിചയമില്ലാത്ത വിധമുള്ള രതിവൈകൃതങ്ങളുടെ ഒരു വലിയ അക്ഷയഖനിയായിട്ട് ഇത് ഓരോന്നോരോന്നായി ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. ആ സമയങ്ങളിൽ കേരളത്തിന്റെ പൊതുസമൂഹം മൂക്കത്ത് വിരൽ വയ്ക്കും, നാണിച്ച് തല താഴ്ത്തും. അതിൻ്റെതായിട്ടുള്ള ഒരുപക്ഷെ ഇരയാക്കപ്പെട്ടവർ, ഇതിന് നിന്നുകൊടുക്കേണ്ടി വന്നവർ, അവരുടെ ആത്മാഭിമാനം പണയം വെച്ച് ഇതിനൊക്കെ വേണ്ടി ഒരു പക്ഷേ ഒരുപാട് വാതിലുകൾ മുട്ടിയിട്ടും തുറക്കാതെ അതൊക്കെ കൊട്ടിയടക്കപ്പെട്ടവർ, അവർക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അത് എത്തിക്കാൻ ശ്രമം നടത്തുമ്പോൾ കോൺഗ്രസ് എത്ര കാലം ഔദ്യോഗികമായ പരാതിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇനി MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ന്യായം നടിക്കും എന്നുള്ള അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ആ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്ന അപകടം ഇവിടെ ബോധപൂർവം രാഹുൽ മാങ്കൂട്ടത്തിൽ സൃഷ്ടിച്ചെടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ ഉപയോഗിച്ച ബോഡി ലാംഗ്വേജും ധാർഷ്ട്യവും ആരും തെറ്റിദ്ധരിക്കേണ്ട, അത് കേരള പൊതുസമൂഹത്തിനോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയല്ല. പകരം എന്നെ പുറത്താക്കാനും എനിക്കെതിരെ കരുക്കൾ നീക്കാനും എൻ്റെ കൂടെ നിന്നവരിൽ നിങ്ങൾ ആരെങ്കിലും ധൈര്യപ്പെട്ടാൽ വീഴുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, വലിച്ചു താഴെയിടും എന്നുള്ള അദ്ദേഹത്തിന്റെ സോഫ്റ്റ് മെസ്സേജിംഗ് ആണ്. ആ മെസ്സേജിംഗ് 3-4 പേരിലേക്കാണ് കൃത്യമായി പോയിരിക്കുന്നത്. ഒന്ന്, ഇത്രയും കാലം അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുകയും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുകയും തിരിച്ച് അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തിരുന്ന പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവിന്റെ എന്തൊക്കെ രഹസ്യങ്ങളാണ്, എന്തൊക്കെ ചെയ്തികളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവിന് അറിയാം. രണ്ടാമത്, തന്റെ മെന്ററായിരിക്കുന്ന ഷാഫി പറമ്പിൽ, ആ മെന്ററായിരിക്കുന്ന ഷാഫി പറമ്പിൽ കേരള പൊതുസമൂഹത്തോട് പറഞ്ഞത്, പാലക്കാട്ടെ വോട്ടർമാരോട് പറഞ്ഞത്, പാലക്കാട്ട് ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ഞാൻ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും മെറിറ്റുള്ള ഒരു കാൻഡിഡേറ്റിനെ ഞാൻ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി പാലക്കാട്ടേക്ക് ഷാഫിക്ക് വരാൻ പറ്റുമോ? പോട്ടെ, വടകരയിലേക്ക് വരുമ്പോൾ തന്നെ ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനമടക്കം രാജിവെക്കേണ്ടി വരും എന്നുള്ളത് ഷാഫി തിരിച്ചറിയുന്നുണ്ട്. അപ്പോ ആ രാജി എപ്പോൾ വരും എന്നുള്ളതിന് അവർക്കൊരു പരാതി വേണം എന്നുള്ളതാണ് അവരിപ്പോൾ ആവർത്തിച്ച് പറയുന്നത്. ആ പരാതി വരാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നീക്കും. ആ പരാതി വന്നു കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ നീക്കും. ഇനി AICCയിൽ ഇരിക്കുന്ന കേരളത്തിന്റെ പ്രതിനിധിയായിട്ടും AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടും ഇരിക്കുന്ന ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹത്തിനും ഇതെല്ലാം കൂടി ഒന്ന് അവസാനിപ്പിക്കണം. കേരളത്തിലെ കോൺഗ്രസിന്റെ പുഴുക്കുത്തുകളെ ഒന്ന് കൃത്യമായും ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ കിട്ടുന്ന അവസരമാണെങ്കിൽ അത് എന്നേക്കുമായി അവസാനിപ്പിച്ച് പുതിയൊരു അധ്യായം തുടങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ ആ അധ്യായം അടയ്ക്കാൻ ഇവർ 3 പേരും ചേർന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സമീപനങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ സമ്മതിക്കുകയുമില്ല. ഈ അപകടം, എഴുതപ്പെട്ട ഒരു പരാതി പോലും പോലീസിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ MLA സ്ഥാനം രാജിവെക്കുന്ന സ്ഥിതിവിശേഷം കേരളത്തിൽ ഇനി വരാൻ പോകുന്ന വെളിപ്പെടുത്തലുകളുടെയും ഒരുപക്ഷെ ആ യുവതികൾ, ആ ചെറുപ്പക്കാരികൾ, അവർ ഓരോരുത്തരും അവർക്ക് സ്വീകരിക്കാൻ ഇഷ്ടമുള്ള വഴികളിലൂടെ അത് വിളിച്ചു പറയാൻ. കാരണം രാഹുൽ നടത്തിയത് അതാണല്ലോ. രാഹുൽ നടത്തിയ വിലപേശൽ എന്തായിരുന്നു? ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്ക്, കേസ് എടുക്കുമ്പോൾ നീ കൂടിയാണല്ലോ അപകീർത്തിപ്പെടുന്നത് എന്നും, അങ്ങനെ നീ അതിന് മുതിരില്ല എന്നും. അങ്ങനെ അദ്ദേഹം നടത്തിയ ആ വിലപേശലിന് തിരികെ ഇച്ഛാശക്തിയുള്ള ആത്മാഭിമാനമുള്ള പെൺകുട്ടികൾ തിരിച്ച് നടത്തുന്ന ഒരു പ്രതികരണത്തിന്റെ രീതി, അത് കോൺഗ്രസ് വിചാരിച്ച പോലെ അല്ലാതെയാകുമ്പോൾ കോൺഗ്രസ് വീണു പോകുന്ന അപകടം
എങ്ങനെയാണോ ഒരു രാത്രി കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ പടിയിറങ്ങിയത്, അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ, കേരളത്തിന്റെ കൃത്യമായ പൊതുബോധ്യത്തിന്റെ മുന്നിൽ രാഹുൽ നടത്തിയിരിക്കുന്ന രതിവൈകൃതങ്ങൾ ഇന്ത്യയിൽ തന്നെ ഒരു ഏതെങ്കിലും തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ക്രൈമുകളുടെ രീതിയിലേക്ക് വരില്ല. പ്രജ്വൽ രേവണ്ണയുടേതാണ് നമുക്കറിയാവുന്ന ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ സ്ഥാനങ്ങൾ, തന്റെ അധികാര ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ വഴിവിട്ട് നടത്തിയ സീരിയൽ ആയിട്ടുള്ള സെക്ഷൽ ഒഫൻസസ്. അങ്ങനെ പ്രിഡേറ്ററി ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശാരീരിക മാനസിക അവസ്ഥയിലേക്ക് ചുറ്റുമുള്ള പെൺകുട്ടികളെ മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനെ, ഇനി സെയിം സെക്സ് ഒഫൻസുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി അത് വരും, അതും പുറത്തേക്ക് വരും, ഒരു സംശയവും വേണ്ട. കാരണം ആണും പെണ്ണും തിരിച്ചറിയാൻ പറ്റില്ല, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ള പ്രയോഗം പോലെ തന്നെ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ സെക്ഷൽ ടേസ്റ്റുകൾ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമായിട്ട് അദ്ദേഹം എങ്ങനെ തുടർന്നു പോയാലും നമുക്ക് ആർക്കും വിരോധമില്ല. പക്ഷേ അത് അദ്ദേഹത്തിന്റെ പബ്ലിക് ലൈഫിൽ അദ്ദേഹം അലങ്കരിക്കുന്ന സ്ഥാനമാനങ്ങൾ, അദ്ദേഹം വഹിക്കുന്ന പദവികളൊക്കെയാണ് അതിലേക്ക് അദ്ദേഹത്തിന് ഉള്ള വഴികൾ വെട്ടിയത് എങ്കിൽ അത് ഒരുക്കി കൊടുത്തവരും അതിനുത്തരം പറയേണ്ടി വരുന്ന ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം വരും. അതുകൊണ്ട് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് സാറിന്റെ പോയിന്റ്. ഞാൻ അതിലേക്ക് ആണ് വരുന്നത്.